സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു അറിയിച്ചു. ജില്ലയിലെ സ്കൂളുകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പരിപാടികളും ക്ലാസുകളും സംഘടിപ്പിക്കും. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ജൂൺ 26 ഇന്റർനാഷണൽ ആൻറ്റി ഡ്രഗ് ഡേ ആണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള കുറേ ക്യാമ്പയിൻ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ വ്യാപാരി വ്യവസായികളുണ്ട്, ബാക്കിയുള്ള എല്ലാ ആളുകളോടും സമൂഹത്തിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. അതാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ മീഡിയാസിൻ്റെ സപ്പോർട്ടും കൂടി വേണം. ഞങ്ങൾ പരിപാടി പറഞ്ഞേക്കുന്നത് ഹയർ സെക്കൻഡറി കൂടാതെ ഹൈസ്കൂളുകളിൽ ഒരു ഉപന്യാസം നടത്തണം. ലഹരി ഒരു സാമൂഹ്യ വിപത്താണ്. അപ്പോൾ ഒരു ഉപന്യാസം നടത്തിയിട്ട് അതിൻ്റെ അകത്ത് ആ സ്കൂളുകളിൽ 1, 2, 3 വരുന്ന ഉപന്യാസത്തിൽ സെലക്ട് ചെയ്യുന്ന ആളുകളുടെ ഉപന്യാസം ഇങ്ങോട്ട് അയച്ചു തരിക. എല്ലാ സ്കൂളുകളിൽ നിന്ന് 1, 2, 3 സ്ഥാനം കിട്ടുന്ന അത് ഇവിടെ വരുത്തിയിട്ട് അതിവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ക്രോഡീകരിച്ചിട്ട് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക 1, 2, 3. അപ്പോൾ 1ാം സ്ഥാനക്കാർക്ക് 3000 രൂപയുടെ ക്യാഷ് അവാർഡ്, സെക്കൻഡ് 2001, തേർഡ് 1001. അതുകൂടാതെ ഈ പോലീസ് സ്റ്റേഷനിലെ SHOമാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അസംബ്ലി കൂടുമ്പോൾ ഒരു 15 മിനിറ്റ് ആ അസംബ്ലിനെ അഡ്രസ്സ് ചെയ്യണം പോലീസ് ഓഫീസർമാർ. ഇതിനെക്കുറിച്ചുള്ള ഈ സാമൂഹ്യ വിപത്താണ്, ഈ ഡ്രഗിനെതിരായിട്ടുള്ള അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ ഒരു സൈക്കിൾ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. 23 വടകര ന്യൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 26 താമരശ്ശേരിയിൽ അവസാനിക്കും. അപ്പോൾ ഇത് ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും കടന്ന് പോകുമ്പോൾ അതായത് SHOമാർ അതാത് സ്ഥലങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിട്ട് വ്യാപാരി വ്യവസായി, മറ്റുള്ള സന്നദ്ധ സംഘടന, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷനോടെ ഒരു ക്യാമ്പയിൻ ഈ ഡ്രഗിൻ്റെ ഈ ഒരു സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് അവബോധം ഉണ്ടാക്കുക, അതിനുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒരു സൈക്കിൾ സംഘടിപ്പിച്ചിരുന്നു ഇതിനെതിരായിട്ട്. അപ്പം അന്ന് ആ സൈക്കിളിൽ പങ്കെടുത്തിട്ട് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ആ ഒരു എഫേർട്ട് ഈ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അത് ആ കുട്ടിയുടെ ഒരു അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഒരു കൾമിനേഷനായിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ പോലീസിൻ്റെ ആളുകൾ, കൂടാതെ ഈ ഷട്ടിൽ കളിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ, അവരെ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഷട്ടിൽ ടൂർണമെൻറ്റ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്, പോലീസിൻ്റെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഈ സൈക്കിൾ റാലി സംബന്ധിച്ചിട്ട് അതിന് ന്യൂ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സംഗതിയിൽ മറ്റുള്ള ഇതര സംഘടന, ഇപ്പോൾ IPM അക്കാഡമി ഉണ്ട്, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ കോളേജുകൾ, സ്കൂളുകൾ, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ, പോലീസിൻ്റെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അവരും കൂടി അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനോടൊപ്പം ഞങ്ങളുടെ ഒരു അനൗൺസ്മെൻറ്റ് വാഹനമുണ്ട്. ആ കൂട്ടത്തിൽ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഇതിനെതിരെയുള്ളൊരു പ്രചാരണം ആളുകളുടെ ഇടയിൽ പറയുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊതുവേ അറിയാം, ഒത്തിരി പാർട്ടിസിപ്പേഷൻ ജനങ്ങളുടെ അകത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്കത് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ജില്ലയിൽ തന്നെ 1000ഓളം കേസുകൾ പിടിച്ചു. അതേപോലെ MDMA, കഞ്ചാവ്, അങ്ങനെയുള്ള ബ്രൗൺ ഷുഗർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. കുറേ കേസുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളുടെ പങ്കാളിത്തോട് തന്നെയാണ്. ഇനി അത് തുടർന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. അതിനുവേണ്ടിയാണ് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ആളുകൾ അറിയണം, പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, അതാണ് അറിയിക്കാനുള്ളത്. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അതുകൂടാതെ ജാഗ്രതാ സമിതികളുണ്ട് ഈ മയക്കുമരുന്നിനായിട്ടുള്ള സംഗതികളെ കുറിച്ചിട്ട്. അതുകൂടാതെ SPC ആയിട്ട് ബന്ധപ്പെട്ട സമിതികളുണ്ട്, ജില്ലാ സമിതികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ മീറ്റിംഗ് 25 നമ്മൾ കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അത് 26 ഈ പ്രോഗ്രാമിന് മുന്നോടിയായിട്ടാണ് സ്കൂളുകളിലുള്ള ഒത്തിരി കൂടി ആളുകളും അധ്യാപകരും അനധ്യാപകരും PTA ഒരു ഇടപെടൽ ഈ കാര്യത്തിലുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് അവരെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി 25 നമ്മൾ വിളിച്ചിട്ടുള്ളത്.
അതിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ബന്ധപ്പെട്ടുണ്ട്, അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം കൂടി 25-ാം തീയതി നടത്തുന്നുണ്ട്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.